ചോദിച്ചതിനേക്കാൾ കൂടുതലാ ദേവി എനിക്ക് തന്നത്. എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയണേ. എല്ലാ പ്രതിസന്ധിയിലും കൂടെ നിൽക്കണേ. എന്തെങ്കിലും വിഷമമുണ്ടോ? കരഞ്ഞല്ലോ. അത് വിഷമം കൊണ്ടല്ല തിരുമേനി, സന്തോഷം കൊണ്ടാ. അത് ശരി. എന്താ ഇത്ര സന്തോഷം? അത് പിന്നെ പഴയതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതമല്ലേ തിരുമേനി ഇപ്പൊ എന്റേത്. ആ സന്തോഷം ഞാൻ ഭഗവതിയോട് പങ്കുവയ്ക്കായിരുന്നു. ആ, സങ്കടം വരുമ്പോ മാത്രമല്ല, സന്തോഷം വരുമ്പോഴും അത് ഭഗവതിയോട് പറയണം. പരാതികൾ മാത്രം കേട്ടാ ദൈവത്തിന് ശ്വാസം മുട്ടും. ശരി തിരുമേനി. ദേ ഞാനിവിടെ ഉണ്ട്. ഇത് സങ്കടക്കണ്ണീരല്ല, ആനന്ദക്കണ്ണീരാണെന്ന് മനസ്സിലായി. അമ്മ പറഞ്ഞത് അതേപോലെ സംഭവിച്ചു. കാർത്തികയുടെ അന്ന് എന്റെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കുമെന്ന് അമ്മ നേരത്തെ അറിഞ്ഞു അല്ലേ? മോളുടെ കണ്ണനും മോളും ഉല്ലാസയാത്രയൊക്കെ പോയില്ലേ? ദാമ്പത്യം തുടങ്ങിയില്ലേ? അപ്പോ അങ്ങനെയുള്ള ദമ്പതികൾക്കിടയിലേക്ക് ഒരാള് വരണ്ടേ? എങ്കിലും കൃത്യമായിട്ട് എങ്ങനെയാ അമ്മ ഇതൊക്കെ പ്രവചിക്കുന്നത്? എല്ലാം മനസ്സിൽ തെളിയുന്നതാ. സ്വാർത്ഥമോഹം ഇല്ലാതെ ഭഗവാനെ മാത്രം വിളിക്കുന്നവർക്ക് അങ്ങനെ ചില സിദ്ധി ഉണ്ടാകും മോളെ. അവര് പറയുന്നതൊക്കെ ശരിയാകും. ഞാൻ വീണ്ടും ചോദിക്കുക, ശരിക്കും അമ്മ ആരാ? ഈ കലിയുഗത്തിൽ സത്യത്തിനൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരുപാട് അമ്മമാരിൽ ഒരാൾ. അവധൂതന്മാരെന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു അവതാരമായിട്ട് കരുതിയാ മതി. ശരിക്കും അമ്മ ദൈവത്തെ പോലെയാ ഞാനും കണ്ണേട്ടനും ഇപ്പൊ കാണുന്നത്. കണ്ണേട്ടൻ കണ്ടതും അമ്മയെ തന്നെയാണോന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുക. ആ സംശയം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞാനൊരു സംശയം ചോദിക്കാൻ പോവാ. അന്ന് കണ്ണേട്ടന് അപകടം ഉണ്ടായത് കണ്ണേട്ടന്റെ പിറന്നാൾ ദിവസമായിരുന്നല്ലോ. ആ ദിവസം കണ്ണേട്ടൻ ഒരു അയ്യപ്പ വിഗ്രഹം കൊടുത്തത് അമ്മയല്ലേ? ആ വിഗ്രഹം തന്നെയല്ലേ ഞാൻ പൂജിക്കുന്നത്? ആ സംശയവും അങ്ങനെ തന്നെ നിൽക്കട്ടെ. കണ്ണന് അയ്യപ്പ വിഗ്രഹം കൊടുത്തത് വേറെ ഏതെങ്കിലും അമ്മയായിരിക്കും. കൂടുതലൊന്നും ചിന്തിക്കണ്ട മോളെ. ഇപ്പോ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതാണാണോ പെണ്ണാണോ എന്ന് ഞാനിപ്പോ പറയുന്നില്ല. അതാരായാലും ശരി, അതിന്റെ ജനനം കുറച്ച് കഠിനമായിരിക്കും.